എല്ലാവർക്കും നമസ്കാരം. വൈഷ്ണവാണ്. നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര കണ്ടു. കിടിലൻ പടം, ഒന്നും പറയാനില്ല. നമ്മുടെ ഡൊമിനിക് അരുണിൻ്റെ തരംഗം എനിക്കൊരു പരിധിവരെ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കിണ്ണം കാച്ചിയ പടം. അന്യായ സ്ക്രിപ്റ്റ്. അതിനെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോവും. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എൻ്റെ സ്ക്രീൻ പ്ലേ ബൈ ഡൊമിനിക് അരുൺ ആൻഡ് ശാന്തി ബാലേന്ദ്രൻ, നമ്മുടെ തരംഗത്തിലേക്ക് നായിക അല്ലെ, മിന്നുന്നുണ്ടേ ആ പാട്ടിലേക്ക് നായിക, അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ദെൻ ഇതിൻ്റെ ഡയറക്ഷൻ ഡൊമിനിക് അരുൺ ഒബ്വിയസ്ലി, ആൻഡ് ഓൾസോ നമ്മുടെ നിമീഷ് രവിയുടെ സിനിമാറ്റോഗ്രഫി, ഓരോ ഫ്രെയിംസും ഒക്കെ അടിച്ച് വെച്ച പോലത്തെ കിണ്ണം കാച്ച ഫ്രെയിംസാണ്. ഇത് പറഞ്ഞു കേൾക്കുന്ന ഒരു 30 കോടിക്കാണ് ഈ സിനിമ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ സിനിമ കണ്ടാൽ നമുക്കൊരു 300 കോടി ബഡ്ജറ്റിലൊക്കെ വേറെ അന്യഭാഷ ചിത്രങ്ങളൊക്കെ നമ്മൾ പറയണം ദിസ് ഈസ് മലയാളം ഇൻഡസ്ട്രി നമ്മൾ പറയുന്നത് പോലെ അത് വന്ന് കാണും നമ്മുടെ പടങ്ങൾ. നമ്മൾ ഇത്രയും ചെറിയ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തു വെക്കുന്ന പ്രോഡക്ട്സൊക്കെ അവർ ഇതിൻ്റെ ഒരു 10 ഇരട്ടിയൊക്കെ ബഡ്ജറ്റ് ഇറക്കിയിട്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൊഡക്ട്സ് നമ്മളൊക്കെ പുറത്തിറക്കുന്നത് എന്നുള്ളത് നമുക്കൊരു അഭിമാനമുള്ളൊരു കാര്യമാണ് അല്ലേ. സോ അങ്ങനെ ഒരു കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. എസ്പെഷ്യലി പറയാനുള്ളത് കല്യാണി പ്രിയദർശൻ്റെ ക്യാരക്ടറിൽ കുറേ ക്യാമിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ പേരൊക്കെ പുറത്തായിട്ടുണ്ട്, എന്നാലും അത് പറയാൻ പറ്റത്തില്ലല്ലോ. സോ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്. അതുകൊണ്ട് ഒത്തിരി ക്യാമിയോസും പല പല സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ടിപ്പിക്കൽ നമ്മുടെ മിത്തുകളും അല്ലെങ്കിൽ നമ്മുടെ അങ്ങനത്തെ ഐതിഹ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിലേക്ക് മാറ്റാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസകരമായിട്ട് മോഡേൺ ഡേയിലേക്ക് ഈ ഒരു സൂപ്പർ ഹീറോ വൈബിലേക്ക് നമ്മുടെ പുറത്തെ അപ്പം നമുക്ക് യൂണിവേഴ്സുകളൊക്കെ കുറവല്ലേ, അപ്പം പുറത്തുള്ള സൂപ്പർ ഹീറോ യൂണിവേഴ്സുകളൊക്കെ പോലെ നമ്മുടെ ലോക്കൽ ലെജൻഡ്സ് അല്ലെങ്കിൽ മിത്സിനെയൊക്കെ എങ്ങനെ അങ്ങനെ കൺവേർട്ട് ചെയ്യാം ടു പ്രസൻറ്റ് ഡേ സൂപ്പർ ഹീറോ വൈബിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണെന്ന് തോന്നുന്നു ഈ പടം. അപ്പോൾ അത് പറ്റുന്നവരൊക്കെ മാക്സിമം തിയേറ്ററിൽ തന്നെ കാണും. എനിക്ക് ഒന്നുമില്ല, ഒരു ചെറിയൊരു സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന് ആ ഒരു എഫക്റ്റൊക്കെ ഉണ്ടാവും, വിത്ത് ദി സൗണ്ട് എഫക്റ്റ് ആൻഡ് ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ തന്നെ കാണുക. ആൻഡ് ഓൾസോ കല്യാണി പ്രിയദർശൻ്റെ സ്ക്രീൻ പ്രസൻസ് ഓറ അതൊരു രക്ഷയില്ലാത്ത ഓറയാണ്. നമ്മൾ എന്താ പറയുക, രജനീകാന്തിനെ അല്ലെങ്കിൽ മമ്മൂക്കിനെ ലാലേട്ടനെയൊക്കെ കാണുന്ന പോലെ ഫ്രം ദ ഫേസ്റ്റ് സീൻ ഇറ്റ് സെൽഫ്, തുടക്കം തൊട്ട് കല്യാണ പ്രിയദർശൻ്റെ ജസ്റ്റ് ഒരു വെറൊരു നോർമൽ ഒരു ഷോട്ട് വെച്ച് കല്യാണ പ്രിയദർശൻ്റെ മുഖത്തേക്ക് ഒരു നോർമൽ ഷോട്ട് വെച്ചിട്ടുള്ളൊരു സീനാണ്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഈ നായകന്മാർക്കൊക്കെ വരുന്നുണ്ട് ഒരു BGM ഒക്കെ വരുമ്പോഴത്തേക്കും വെരി അൺയൂഷ്വൽ ഫോർ എ ഫീമെയിൽ ലീഡ് അല്ലേ. അങ്ങനത്തെ ഒരു ഓറ, സ്ക്രീൻ പ്രസൻസ്, ആ ഒരു മാസ് സാധനം, ഒരു ഫീമെയിൽ ലീഡ് മാസ് ചെയ്യുന്ന ഒരു ഐറ്റം, പിന്നെ അതൊക്കെ പോസിബിൾ ആണെന്നും കൂടി എനിക്ക് ഒന്ന് കാണിക്കുന്ന വെരി റെയർ സിനിമ. എന്താ പറയുക, അപ്പാർട്ട് ഫ്രം നമ്മുടെ ഈ ഒരു നായകൻ്റെ വാലത്തൂങ്ങി നടക്കുന്ന അല്ലെങ്കിൽ നായകൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഫീമെയിൽ ലീഡുകളാണ് നമ്മുടെ മെജോറിറ്റി സിനിമകളിലുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് എന്താ പറയുക, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് പടം. ആൻഡ് അത് കയറി കൊളുത്തും. ആൻഡ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഓണം തൂക്കാൻ പോകുന്ന പടമായിരിക്കും ലോക എന്ന് തോന്നുന്നു. ആൻഡ് ഹാർഡ്ലി മാസീവ്ലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. അത്ര അടിപൊളിയായിട്ട് എൻ്റെയൊക്കെ നമ്മുടെ ഇതൊക്കെ പോലെ ആരും എന്താ പറയുക, നമ്മുടെ പേരൊക്കെ എഴുതി കാണിക്കുമ്പോൾ മാക്സിമം തിയേറ്ററിൽ നിന്ന് പോകാതിരിക്കുക. ഏറ്റവും ലാസ്റ്റ് വരെ പല പല സർപ്രൈസുകളുണ്ട്. നമ്മുടെ പുറത്തെ MCUലൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ അവഞ്ചേഴ്സ് സീരീസിലൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ആ സൂപ്പർ ഹീറോ സീരീസുകളിലൊക്കെ ഉള്ളതുപോലെ എല്ലാ പടത്തിൻ്റെയും ലാസ്റ്റ് ഒരു ടൈലൻ്റ് ഉള്ളതുപോലെ ഇതിനൊരു ടൈലൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. സോ നമ്മുടെ ഒരു ലോക്കൽ മാസ് സൂപ്പർ ഹീറോ വൈബിൽ വരുന്നൊരു പടമായിട്ട് ഒരു എന്താ പറയുക യൂണിവേഴ്സായിട്ട് ഇത് കിടിലനായിട്ട് ബിൽഡായിട്ട് വരട്ടെ. നമുക്കൊരു യൂണിവേഴ്സ് ഉണ്ട്. ആൻഡ് വേറെ നാട്ടിലെ വേറെ 500, 600, 1000 കോടിക്ക് സിനിമകൾ എടുക്കുന്ന മറ്റ് ഇൻഡസ്ട്രികൾ നമുക്ക് പറയാനുള്ള, നമുക്ക് മുമ്പിലേക്ക് വെക്കാൻ പറ്റുന്നൊരു സാധനമാണിതെന്ന് തോന്നുന്നു. വന്ന് നോക്ക് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി. വി ആർ ഡൂയിങ് ഗ്രേറ്റ് ഫിലിംസ്. ഓക്കെ.